ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലത്തിലാണ്. അമ്പലത്തിൻ്റെ പേര് മഹാശിവക്ഷേത്രം എന്നാണ്, കിയൂർ മഹാശിവക്ഷേത്രം. ഇവിടെ ആറാട്ട് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ലാലോട്ടനും കൂടി ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഉത്സവമാണ്. അങ്ങനെ ഞാനും ലാലോട്ടനും കൂടി ഉത്സവത്തിന് വന്നതാണ്. ഇവിടെ ഒരുപാട് ചന്തകളും പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷം ഞാനെന്തായാലും ഒരു 5-6 തവണയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. കാരണം അത്രയും രസമാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ. അമ്പലം തന്നെ കണ്ടില്ലേ, നല്ല LED ബൾബുകളും പിന്നെ അതുപോലെ തന്നെ പൂമാലകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതുമാത്രമല്ല ഇതിൻ്റെ ചന്ത വേറെ ഉണ്ട്. എന്തായാലും ഞാനും ലാലുവേട്ടനും ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ സ്റ്റേജ് പരിപാടിയൊക്കെ കണ്ടിട്ടാണ് പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഡാൻസൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചന്തയിലേക്കാണ് പോയത്. ചന്തേൻ്റെ ആംബിയൻസ് പറയണ്ടല്ലോ. പണ്ടേ ചന്ത എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീക്ക്നെസ് അല്ലേ. എവിടെ ചന്തയുണ്ടോ അങ്ങോട്ട് പോയില്ലേ. സ്കൂളൊക്കെ ഉള്ള സമയത്ത് കിയൂർ ചന്ത കിട്ടിയെന്ന് പറഞ്ഞ് അന്നേരം ഓടി അവിടെ എത്തും. അങ്ങനെ ഞാൻ ചന്തയിലെത്തി. ചന്തയിൽ പതിവ് പോലെയല്ല, ഈ തവണ നല്ല വലിയ ചന്ത തന്നെയായിരുന്നു കേട്ടോ. റൈഡുകളൊക്കെ എല്ലാം 2 എണ്ണം വീതം ഉണ്ടായിരുന്നു. ആകാശത്തൊട്ടിലും അതുപോലെ തന്നെ തോണിയും അങ്ങനെയൊക്കെയുള്ള റൈഡുകളൊക്കെ 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. കിയൂർ ചന്ത തുടങ്ങിയാരോ ഓർമ്മ വെച്ചാരോ ഞാൻ ആദ്യമായിട്ട് ആ ചന്തയിൽ പോയിട്ട് ഒരു റൈഡിലും കയറാണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ അന്നേരം പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ 5 മന്താറ്റം പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു റൈഡിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ലോണം കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തിക്ക്. അതുമാത്രമല്ല കേട്ടോ, അടുത്ത ഉത്സവം വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉത്സവത്തിന് വരെ ഒരു കുഞ്ഞു വാവ കൂടെ ഉണ്ടാവില്ലേ, അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത ഉത്സവം വരെ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞങ്ങളുടെ വാവേനെയും കൊണ്ട് വരെ ഇതൊക്കെ കാണുന്ന ആരാണ് ഞങ്ങളുടെ വാവയെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിയൂർ ചന്തയിൽ വന്നാൽ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മളോട് പണ്ട് പഠിച്ച ഫ്രണ്ട്സിനൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടാവൂലേ, അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു അടിപൊളി വ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.